CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിന് ഇപ്പോഴും കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാവരും ജനങ്ങളെല്ലാവരും CBI അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. കാരണം ഈ കേസിലെ നവീൻ ബാബു കേസിലെ ദുരൂഹതകൾ ഓരോന്നായും അഴിഞ്ഞു വീഴണം. 2 ദിവസം മുമ്പ് വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുണ്ടായി. അതിൽ കൃത്യമായിട്ട് പറയുന്നു, ഈ TV പ്രശാന്ത്, ഈ മെഡിക്കൽ കോളേജ് ജീവനക്കാരനായ TV പ്രശാന്ത് ബാബുവിന്, ഈ നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയതിന് യാതൊരു തരത്തിലുള്ള തെളിവുമില്ല എന്ന് വിജിലൻസ് പറയുക ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ചർച്ചകളിലെല്ലാം വിലയിരുത്തിയതുപോലെ അടിമുടി ദുരൂഹതയുടെ ഒരു വലിയ കൊട്ടാരമാണ് ഈ കേസ് എന്ന് പറയുന്നത്. അതിൽ ഓരോ ദുരൂഹതയാണ് ഓരോ ദിവസവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. കേരളം കണ്ടതിൽ വെച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മരണം ഇത്രയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ കേസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ വളരെ വലിയ ദുരൂഹതകളാണ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. ഇതെന്താണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും തോറും കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് പോലെ ആഴം കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിന് ആരൊക്കെയായിട്ടാണ് ബന്ധം? റിയൽ എസ്റ്റേറ്റ് മാഫിയ, പെട്രോൾ പമ്പ്, CPMൻ്റെ ഇടപെടലുകൾ, അതുപോലെ തന്നെ കലക്ടറുടെ പങ്ക്, തൃച്ചംബരം ഭൂമിയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവിടെ ഈ പറയുന്ന ആറളം ഫാമിൽ ഉണ്ടായിട്ടുള്ള ചില തിരിമറികൾ തുടങ്ങി കലക്ടറേറ്റിനകത്തെ പ്രശ്നങ്ങളിലേക്ക് വരെ ഈ കാര്യത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന രീതിയിലേക്കുള്ള ദുരൂഹതകൾ ഇതിനകത്ത് ആദ്യാവസാനം മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്താണ് PP ദിവ്യ അവിടെ പോയിട്ട് നവീൻ ബാബുവിനെതിരെ സംസാരിച്ചത് നവീൻ ബാബു വലിയ രീതിയിൽ അഴിമതി നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നില്ല, ഒരാളെ അവഹേളിക്കുന്നു, നിങ്ങൾ പത്തനംതിട്ടയിൽ പോയി ഇമാതിരി തമ്മാടിത്തങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെ പച്ചയ്ക്ക് തൊലിയുരിക്കുന്ന രീതിയിൽ അവിടെ പോയി സംസാരിക്കുന്നു. എന്നിട്ട് കലക്ടർ പറയുകയാണ്, നവീൻ ബാബു എൻ്റെ അടുത്ത് വന്ന് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കലക്ടർ പറയും. ഈ പിന്നെ കലക്ടർക്കെതിരെ എന്നല്ല, റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൻ്റെ പുറത്തൊരു അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന് കരുതി സർക്കാർ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയെ നിയമിച്ചു, ഒരു കമ്മീഷണർ തന്നെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന P. ഗീത അതിൽ അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തുന്ന സമയത്ത് ഇത്തരത്തിൽ ഇതൊരു വലിയ കേസാകുമെന്നോ PP ദിവ്യ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നോ അങ്ങനെ ഒന്നും നമുക്കൊരു സൂചന പോലും കിട്ടിയിട്ടില്ല. ആ സമയത്താണ് കലക്ടറുടെ മൊഴി എടുക്കുന്നത്. ആ മൊഴിയിൽ കലക്ടർ ഇത് പറഞ്ഞിരുന്നോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അതായത് നവീൻ ബാബു എൻ്റെ അടുത്ത് വന്ന് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നോ എന്നത് ഏറ്റവും വലിയ ചോദ്യമാണ്. അത് കിട്ടണമെങ്കിൽ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടണ്ടേ? സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. ആദ്യം PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നത് വരെ അതെന്ത് ചെയ്തു? ഈ പറയുന്ന റവന്യൂ മന്ത്രി പൂഴ്ത്തിവെച്ചു. അതിനുശേഷം CMൻ്റെ ഓഫീസിൻ്റെ കൈമാറി. CM അതിപ്പോൾ എന്ത് ചെയ്യുന്നു? അത് പൂഴ്ത്തി വെക്കുന്നു. ആ റിപ്പോർട്ട് ഇതുവരെ മന്ത്രിസഭയിൽ വെക്കുകയോ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് കിട്ടേണ്ട വിധത്തിലേക്ക് ആക്കുകയോ ചെയ്തിട്ടില്ല. വെക്കാത്ത റിപ്പോർട്ടിന് എങ്ങനെയാണ് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കാൻ കഴിയുക? വളരെ കൃത്യമായ നീക്കമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ കലക്ടറുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയുമെന്നുള്ളത് കൊണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഗതികേട് കൊണ്ട് വിജിലൻസിന് പറയേണ്ടി വന്നിരിക്കുന്നു, നവീൻ ബാബുവിന് പ്രശാന്ത് കൈക്കൂലി കൊടുത്തതിന് യാതൊരു തെളിവുമില്ല എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണ് വിജിലൻസ് പറയുന്നത് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ഈ പറയുന്ന പ്രശാന്തനെ പിടിച്ചകത്തിടണം. പ്രശാന്തൻ കുറ്റക്കാരനാണ്, ആ പണം കണ്ടെത്തണം. ആദ്യം പ്രശാന്തൻ പറഞ്ഞു, ഞാൻ സ്വർണം വിറ്റ് പണയം വെച്ച പൈസ കൊടുത്തു. അതിനൊക്കെ തെളിവുണ്ട്. അതിനൊക്കെ തെളിവുണ്ടെന്ന് വിജിലൻസ് പറയുന്നു. അല്ല, അത് ഇദ്ദേഹം സ്വർണം കൊണ്ടുപോയി വിൽക്കുന്നു, തിരിച്ചതിന് പകരം പണം വാങ്ങുന്നു, ഇതിന്റെ റെസീപ്റ്റ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, അതും മാറി മറിഞ്ഞു. അതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അദ്ദേഹം സ്വർണം പണയം വെച്ച പൈസ അല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പറയുന്നത് റബ്ബർ വിറ്റ പൈസയാണ് എന്നാണ്. അതായത് വിജിലൻസ് തന്നെ പറയുന്നു. ഈ സ്വർണം പണയം വെച്ച പൈസയുമായി ബന്ധപ്പെട്ട് സ്വർണം പണയം വെച്ച് കിട്ടിയ പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി കണ്ടുപിടിക്കണം. ആ മൊഴി പിന്നീട് മാറ്റി റബ്ബർ വിറ്റ പൈസയാണ് എന്ന് പറയുന്നു. 1,98,500 രൂപയാണ് കിട്ടിയത്, അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ 98,500 പ്രശാന്ത് പറഞ്ഞത് അതെ, ഈ 98,500 രൂപ അല്ലെങ്കിൽ 99,500 രൂപയാണെന്ന് വെച്ചോളൂ. ഇനി ഈ പറയുന്ന 98,500 രൂപയാണ്. ഈ 99,500 രൂപയാണെങ്കിലും ഒരു 500 രൂപ കൂടി കൂട്ടി അത് 1 ലക്ഷമാക്കി കൊടുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഇത്രയും വലിയ ഒരു പെട്രോൾ പമ്പിന്റെ ബിസിനസ്സാണ്, ഒരു കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. അതിന് 1 ലക്ഷം രൂപ നവീൻ ബാബു ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൃത്യമായ പൈസ കൊടുക്കാതെ കൃത്യമായി വ്യക്തമായ ദുരൂഹത എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജിലെ ഒരു സാധാരണ ജീവനക്കാരനായ പ്രശാന്തിന് എങ്ങനെ ഈ പൈസ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു, അല്ലെങ്കിൽ ഈ പെട്രോൾ പമ്പ് നടത്താൻ വേണ്ടി സാധിക്കുന്നു എന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അത്തരം രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, ഈ 98,500 രൂപ
രൂപ കൃത്യമായി കൊടുത്തു എന്നുള്ളതിലപ്പുറത്തേക്ക് 1 ലക്ഷം രൂപ പോലും ആക്കി കൊടുക്കാതെ ഈ പൈസ മാത്രം കൊണ്ടുപോയി കൊടുക്കുന്നു. അതായത് ഭാവിയിൽ ഒരു പ്രശ്നം വന്നാൽ ഇത് കാണിക്കണം എന്നുള്ളത് കൊണ്ടല്ലേ കൃത്യമായി ആ പൈസ തന്നെ കൊണ്ടു കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ അത് കൊണ്ടു കൊടുക്കില്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ പറയുന്നു റബ്ബർ വിറ്റ പൈസയാണെങ്കിൽ ആ റബ്ബർ വിറ്റ പൈസ പോലും നവീൻ ബാബുവിന് കൊടുത്തു എന്നതിന് വിജിലൻസിന് ഒരു തെളിവുമില്ല. പ്രശാന്തൻ പറയുന്നു ഞാൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്, കൈക്കൂലി കൊടുത്തതിന് തെളിവില്ലെന്ന് വിജിലൻസും പറയുന്നു. അപ്പോൾ നവീൻ ബാബു തെറ്റ് ചെയ്യില്ല എന്ന് ആദ്യം മുതലേ പറഞ്ഞിരുന്ന ആളുകളുണ്ട്. അതായത് നവീൻ ബാബു ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്ത ആളാണ്, കൃത്യമായി തൻ്റെ കർമ്മപഥത്തിൽ നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ആളെ കൊടുക്കാൻ വേണ്ടി ഇവർ കളിച്ച കളിയിലെല്ലാം ദുരൂഹതകൾ. ഈ പറയുന്ന പൈസ കൊടുത്തു എന്ന് പറയുന്നു, കൊടുത്തില്ല എന്ന് വിജിലൻസ് പറയുന്നു, ഈ 500 രൂപ ബാക്കി വെച്ച് കൊടുത്തു എന്ന് പറയുന്നു. ഇതിലെല്ലാം ദുരൂഹതകളാണ്. ഇപ്പോൾ ആദ്യം ഞാൻ ഗൗതമനോട് പറഞ്ഞ പോലെ സ്വർണത്തിൻ്റെ കാര്യമായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് റബ്ബറായി മാറി. അതെങ്ങനെ റബ്ബറായി മാറുന്നു എന്നുള്ള ചോദ്യമല്ലേ. ഇനി നവീൻ ബാബുവിന് ഈ പൈസ കൊടുത്തില്ല എന്നാണ് വിജിലൻസ് പറയുന്നതെങ്കിൽ ഈ പൈസ റബ്ബർ വിറ്റ പൈസയോ സ്വർണം വിറ്റ പൈസയോ അത് അവരുടെ കാര്യം, ആ പൈസ എവിടെ ഇത് വിജിലൻസ് പറയണ്ടേ? വിജിലൻസ് അതിന് ഉത്തരവില്ല. ആ പൈസ എവിടെ എന്നുള്ളതിന് വിജിലൻസിന് ഉത്തരവില്ല. ഇതിലൂടെയൊക്കെ നമുക്കൊരു സംശയത്തിൽ എത്താൻ വേണ്ടി സാധിക്കുന്നത് നവീൻ ബാബു കണ്ണൂരിലെ പാർട്ടിയിലെ എല്ലാ തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഒരു തെളിവായിരുന്നു യഥാർത്ഥത്തിൽ നവീൻ ബാബു. നവീൻ ബാബുവിന്റെ മുമ്പിൽ ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പാർട്ടിയെക്കുറിച്ച്, പാർട്ടിയുടെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഭൂമി ഇടപാടുകളെ കുറിച്ചൊക്കെ ഒരു പക്ഷേ അറിവുണ്ടായിരിക്കാം. ഇത് പത്തനംതിട്ടയിലേക്ക് പോകുന്ന നവീൻ ബാബു ജനമധ്യേ അല്ലെങ്കിൽ പൊതുമധ്യേ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാലോ എന്ന ഭയം ഏതൊക്കെയോ പ്രധാന നേതാക്കന്മാരുടെ മനസ്സിൽ കുറേ നാളുകൾ കിടന്ന് വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ അലോസരപ്പെടുത്തലിൽ നിന്നാണ് തീർത്ത് കളയാം എന്ന ഒരു ചിന്തയിലേക്ക് ഒരു പക്ഷേ എത്തിയിട്ടുണ്ടാവുക. ഇതൊക്കെ CBI വന്നിട്ടാണ് ഇതിനൊക്കെ വ്യക്തത യഥാർത്ഥത്തിൽ വരുത്തേണ്ടത്. എങ്കിലും ഇത്തരം ദുരൂഹതകളൊക്കെ ഇതിൽ നിഴലിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നേരത്തെ തന്നെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് ആരോപണങ്ങളൊക്കെ പൈതൽ മലയിലൊക്കെ പ്രധാന നേതാക്കൾക്ക് ഒക്കെ ഒരുപാട് ഭൂമികളൊക്കെ ഉണ്ടായിരുന്നു. പല പാർട്ടി ഓഫീസുകളും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഏക്കർ കണക്കിന് ഭൂമികൾ അനധികൃതമായിട്ട് സ്വന്തമാക്കാനുള്ള ഒരുപാട് നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ നവീൻ ബാബു കൂട്ടുനിന്നില്ല. നവീൻ ബാബു ഇതിനൊക്കെ എതിരായിട്ട് നിന്നു. അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്ന കാരണം ധർമ്മത്തിന്റെ പക്ഷത്ത് അല്ലെങ്കിൽ നീതിയുടെ പക്ഷത്ത് കൃത്യമായിട്ട് നിലയുറച്ചു നിൽക്കുന്ന ഒരു ആളായിരുന്നു, ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു എന്ന് അദ്ദേഹത്തെ പരിചയമുള്ള, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സഹപ്രവർത്തകരും മാധ്യമങ്ങൾക്ക് മുമ്പാകെ നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നീതിയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി അടിയുറച്ചു നിൽക്കുന്ന ഒരാളെ തട്ടിക്കളയുക. അല്ല, അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്. കാരണം കൊലപ്പെടുത്തിയതാണോ ആത്മഹത്യതാണോ എന്നുള്ള അന്തിമമായ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് CBI ആണ്. എന്നാൽ പോലും ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നതിൽ വരെ വിജിലൻസ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 10-ാം തീയതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് പറയുന്നത് ഇല്ലാത്തതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് വിവരാവകാശം നൽകിയപ്പോൾ ഒരു ബബ്ബയാണ് അടിച്ചത്. മുഖ്യമന്ത്രിക്ക് അവർ പരാതി കൊടുത്തില്ല. അത് AKG സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പാർട്ടി നേതാവിൻ്റെ വകയായിട്ട് അവർ തയ്യാറാക്കി കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും അവസാനമായി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് പ്രശാന്തനല്ല പരാതി കൊടുത്തത്, അത് വ്യാജ പരാതിയാണ് എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ട്വിസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നത് പ്രശാന്തൻ കൊടുത്ത പരാതിയിലാണ് വിജിലൻസ് ഈ കാര്യം അന്വേഷിച്ചത് എന്നാണല്ലോ. അല്ല എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് പ്രശാന്തൻ്റെ ഒരു ബന്ധു ആണ് പരാതി പുതിയതായിട്ട് കൊടുത്തു. ആ പരാതിൻ്റെ പുറത്താണ് ഇപ്പോൾ കേസ് അന്വേഷിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. 14-ാം തീയതി ഈ കേസിൻ്റെ ഭാഗമായി അവർ കാര്യങ്ങൾ നീക്കിയത്. ഈ ബന്ധു ആരാണ്? ആ ബന്ധു എന്തിന് പരാതി കൊടുത്തു? ഇത് ഏതാണ് ഈ പുതിയ കഥാപാത്രം? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? എന്തായാലും ഇത്തരത്തിലുള്ള വലിയ ഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ തെളിയേണ്ട ഒരു കേസായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കേസിന്റെ ഏത് ഘട്ടം നമ്മൾ അന്വേഷിച്ചാലും അവിടെ ദുരൂഹതയാണ്. പ്രശാന്ത് പരാതി നൽകിയതിൽ ബന്ധപ്പെട്ട് ഇയാൾക്ക് എവിടുന്ന് ഈ പൈസ കിട്ടി, ഇയാൾ യഥാർത്ഥത്തിൽ പരാതി കൈക്കൂലി കൊടുത്തതിന് വല്ല തെളിവുമുണ്ടോ തുടങ്ങിയത് മുതൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, തൂങ്ങാൻ ഉപയോഗിച്ച കയറ്, എല്ലാത്തിലും അടിമുടി ദുരൂഹതയാണ്. ദുരൂഹതയുടെ കൂടാരമാണ്. എന്തായാലും കോടതിയുടെ തീരുമാനം എന്താകുമെന്ന് നമുക്ക് കാത്തിരിക്കാം.